Hi guys, this is CA Sheshadri, faculty at Ellens. ഈ ഒരു ചെറിയ വീഡിയോ ഇസ് അബൌട്ട് ന്യൂ സിലബസ് CA ഫൗണ്ടേഷൻ ബിസിനസ് ലോസ്. അതിന്റെ നമുക്ക് വെയിറ്റേജ് ICAI ഇറക്കിയിട്ടുണ്ട്. സോ അതിന്റെ വെയിറ്റേജ് 100 മാർക്സ്. നമുക്കറിയാം ഇത്ര കാലം ഇൻ ഓൾഡ് സിലബസ് ലോ എന്ന് പറയുമ്പോൾ 60 മാർക്സ് ലോ ആയിരുന്നു, 40 മാർക്സ് BCR ആയിരുന്നു, 60-40 വെയിറ്റേജ് ആയിരുന്നു. ഇപ്പൊ നമുക്കറിയാം 100 മാർക്സ് കംപ്ലീറ്റ്ലി 100 മാർക്സ് കംപ്ലീറ്റ്ലി എന്താണ് 100 മാർക്സ് കംപ്ലീറ്റ്ലി എന്താണ് വേഗം പറഞ്ഞേ ബിസിനസ് ലോസ്. 100 മാർക്സും ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ആണ്. യു ഹാവ് ടോട്ടൽ 7 ചാപ്റ്റേഴ്സ്. ഫസ്റ്റ് ചാപ്റ്റർ ഇസ് ഇന്ത്യൻ റെഗുലേറ്ററി ഫ്രെയിംവർക്ക്. ബേസിക്കലി ഈ ചാപ്റ്ററിൽ എന്തൊക്കെയാ പറയുന്നതെന്ന് അറിയോ? വാട്ട് ഇസ് ലോ? ലോ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ആർ ദി സോഴ്സസ് ഓഫ് ലോ? ഹു ആർ ദ റെഗുലേറ്റേഴ്സ്? സെബി ആരാ? RBI ആരാ? മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ആരാണ്? ജുഡീഷ്യറി ബോഡീസ് ആരാണ്? ഇങ്ങനത്തെ ചെറിയ ചെറിയ ബേസിക് ആയ നമ്മൾ ഹിസ്റ്ററിയിലും പൊളിറ്റിക്സിലും പഠിച്ച ബേസിക് കാര്യങ്ങളാണ്. ബേസിക് ചാപ്റ്റർ ആണ്, വരില്ലല്ലോ എന്ന് പറഞ്ഞ് ഇരിക്കണ്ട. ബിക്കോസ് ഔട്ട് ഓഫ് 100 5 marks is allotted to this chapter. So 5 മാർക്കിന്റെ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട്. എന്തിനാണ് ആ ഡയറക്റ്റ് ക്വസ്റ്റ്യന്റെ മാർക്സ് കളയുന്നത്? നിങ്ങൾ പഠിച്ചൂടെ? 1 മണിക്കൂർ പഠിച്ചു കഴിഞ്ഞാൽ സംഭവം തീരാവുന്നേ ഉള്ളൂ. സോ കമോൺ ഗൈസ്, റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഫസ്റ്റ് ചാപ്റ്റർ, കുട്ടി ചാപ്റ്റർ, ഒന്നും ഇല്ലാത്ത ചാപ്റ്റർ, തിയറി ചാപ്റ്റർ, ഡ്രൈ തിയറി, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ 5 മാർക്ക് വിടരുത്. ഓ, അടുത്തൊരാള് വന്നിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ഒരാള്, അയാള് ഭീകര സംഭവമാണ്. ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്. യു ഹാവ് അറൌണ്ട് 8 ചാപ്റ്റേഴ്സ്, 8 or 9 chapters are there in Indian Contract Act. അതൊരു വലിയ ചാപ്റ്റർ ആണ്. ബേസിക്സ് ഓഫ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട്, കൺസിഡറേഷൻ, essential elements, quasi contract, contingent contract, bailment, indemnity, ഒരുപാടുണ്ട്. ഈ ചാപ്റ്റർ ആണ് ഏറ്റവും വലിയ ചാപ്റ്റർ ആൻഡ് ഏറ്റവും കൂടുതൽ മാർക്സ് വരാൻ പോകുന്ന ചാപ്റ്റർ ഈ ചാപ്റ്റർ ആണ്. ഔട്ട് ഓഫ് 100 യു ക്യാൻ എക്സ്പെക്ട് അറൌണ്ട് 30 മാർക്സ് വിച്ച് ഇസ് അലൗട്ടഡ്. ഓ മൈ ഗോഡ്, 30 മാർക്കാണ് പിള്ളേരുകളെയല്ല. സോ ഡു യുവർ ബെസ്റ്റ്. കമ്മിങ് ഓൺ ടു തേർഡ് ചാപ്റ്റർ, സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്. അത് സത്യം പറഞ്ഞാൽ ഒരുപാട് ആൾക്കാർ പറയാറുണ്ട്, സാർ അത് ടഫ് ആണല്ലോ സാർ, മനസ്സിലാവുന്നില്ലല്ലോ സാർ, അത് ഭയങ്കര കൺഫ്യൂസിംഗ് ആണല്ലോ. ഓപ്പൺലി ടെലിംഗ് ടു ദാറ്റ് ചാപ്റ്റർ ഇസ് എ വെരി സിമ്പിൾ ചാപ്റ്റർ. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ ചെയ്യുന്ന ഒരു കാര്യമാണ് സെയിൽ, അല്ലെ? ഫോൺ മേടിക്കുന്നു, പച്ചക്കറി മേടിക്കുന്നു, എന്താണ് സെയിൽ ഓഫ് ഗുഡ്സ്? സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട്, ഫോർമേഷൻ, വാട്ട് ഇസ് കണ്ടീഷൻ, വാട്ട് ഇസ് വാറന്റി. പിന്നെ സെയിൽ ഓഫ് ഗുഡ്സ് വരുന്ന അടുത്ത കാര്യമാണ് ട്രാൻസ്ഫർ ഓഫ് ഓണർഷിപ്പ്, ഡെലിവറി റൂൾസ്, അൺപെയ്ഡ് സെല്ലർ ആരാണ്? ഇതെല്ലാം ചേർന്ന് യു ക്യാൻ എക്സ്പെക്ട് അറൌണ്ട് 15 to 20 മാർക്സ്. സോ യു ക്യാൻ കോൾ ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആസ് വെരി വെരി ഇമ്പോർട്ടന്റ്, സോഗ ആസ് വെരി ഇമ്പോർട്ടന്റ്, ആൻഡ് ദിസ് ഇന്ത്യൻ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ആസ് ഇമ്പോർട്ടന്റ്. സാർ ഇതെന്താ സാർ ഇത്? ഇങ്ങനത്തെ ക്ലാസിഫിക്കേഷൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. വെരി വെരി ഇമ്പോർട്ടന്റ്, വെരി ഇമ്പോർട്ടന്റ്, ഇമ്പോർട്ടന്റ്. അപ്പൊ എല്ലാം ഇമ്പോർട്ടന്റ് ആണല്ലോ. ഓഫ് കോഴ്സ് ഒന്നും നിങ്ങളുടെ കയ്യിൽ യു ഹാവ് ആംപിൾ ടൈം ഇസ് ദേർ. എക്സാമിന് ഇനിയും യു ഹാവ് 40 days. വൈ ആർ യു വേസ്റ്റിംഗ് യുവർ ടൈം? ഈ വെയിറ്റേജ് മനസ്സിലാക്കിയിട്ട് വെയിറ്റേജ് അനുസരിച്ചിട്ട് സൂപ്പർ ആയിട്ട് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ചാപ്റ്റർ ആണ് ഇന്ത്യൻ പാർട്ട്ണർഷിപ്പ് ആക്ട്, which is the 4th chapter. This chapter will also come for around 15 to 20 marks. So this chapter is very important. Not very very important, very important. ഈ ചാപ്റ്ററിൽ ബേസിക്കലി പാർട്ട്ണർഷിപ്പ് എന്താണ്, ഫീച്ചേഴ്സ് ഓഫ് പാർട്ട്ണർഷിപ്പ് എന്തൊക്കെയാണ്, പാർട്ട്ണർഷിപ്പിന്റെ റൈറ്റ്, പാർട്ട്നേഴ്സിന്റെ റൈറ്റ്സും ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്, എങ്ങനെയാണ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഷെയർ ചെയ്യേണ്ടത്, വാട്ട് ഇസ് ദ അതോറിറ്റി ഓഫ് ദി പാർട്ട്ണർ, പിന്നെ റീകോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് പഠിച്ചിട്ടുണ്ടാവും. അഡ്മിഷൻ, റിട്ടയർമെന്റ്, ഡെത്ത്, എക്സ്പെൽഷൻ, ഇൻസോൾവൻസി. അതേപോലെ ഡിസൊല്യൂഷൻ ഓഫ് പാർട്ട്ണർഷിപ്പ് ഫേം. എങ്ങനെ ഫേം ഡിസോൾവ് ആവും? ഫേം ഡിസോൾവ് ആവാന്ന് പറഞ്ഞ അർത്ഥം എന്താ? യു ആർ ക്ലോസിംഗ് ദ ബിസിനസ്. സോ ഓൾ ദീസ് ഏരിയാസ്, രജിസ്ട്രേഷൻ ഓഫ് ഫേംസ്, വെരി ഇമ്പോർട്ടന്റ്. ഈ ഏരിയാസ് എല്ലാം ചോദിക്കാറുണ്ട് അറൌണ്ട് 15 to 20 മാർക്സ്. സോ ഇപ്പൊ തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ സ്ട്രക്ചർ എങ്ങനെയാണ്, 100 മാർക്സിന്റെ പേപ്പർ പാറ്റേൺ എങ്ങനെയാണ് മനസ്സിലാവുന്നുണ്ടല്ലോ. ആൻഡ് ഫിഫ്ത് ചാപ്റ്റർ അഗൈൻ എ കുട്ടി ചാപ്റ്റർ, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്പ് ആക്ട്. ഇമ്പോർട്ടന്റ് മാത്രമാണ്, ബിക്കോസ് 5 മാർക്കിനെ വരുള്ളൂ. ഇപ്പൊ ആലോചിച്ച് നോക്കാം, ഈ ചാപ്റ്ററും ഫസ്റ്റ് പറഞ്ഞ ഈ ചാപ്റ്ററും 5-5-10 മാർക്കിന് വരും. ഡയറക്റ്റ് ക്വസ്റ്റിനെ വരുള്ളൂ. പൊതുവേ സ്റ്റുഡൻസ് ഒമിറ്റ് ചെയ്ത് പോവാറുണ്ട്. എന്തിനാ നിങ്ങൾ ഒമിറ്റ് ചെയ്യുന്നത്? ഈ 2 ചാപ്റ്റർ പഠിക്കാൻ, ഈ റെഗുലേറ്ററി ഫ്രെയിംവർക്കും LLP പഠിക്കാൻ ആകെ 1 മണിക്കൂർ മതി. നിങ്ങൾ 1 മണിക്കൂർ വൃത്തിക്ക് ഡിവോട്ട് ചെയ്ത് കഴിഞ്ഞാൽ 5 മാർക്ക് കിട്ടും. 5-5-10 മാർക്ക് ഷുവർ ആയിട്ട് സെറ്റ് ആക്കാൻ പറ്റും. എന്തിനാ നിങ്ങൾ വിടുന്നത്? സോ മൈ ഹംബിൾ റിക്വസ്റ്റ് ആസ് എ ഫാക്കൽറ്റി ഈസ് ഡോണ്ട് ഒമിറ്റ് ദീസ് 2 കുട്ടി ചാപ്റ്റേഴ്സ്, ബിക്കോസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ 1 question of 5 marks or 6 മാർക്ക് വരുള്ളൂ മാക്സിമം. ലാസ്റ്റ് 2 ചാപ്റ്റേഴ്സ്, ഓ മൈ ഗോഡ്, കമ്പനീസ് ആക്ട് again 15 to 20 മാർക്സ് ആണെങ്കിൽ പോലും, 15 to 20 മാർക്സ് ആണെങ്കിൽ പോലും ഐ കോൾ ഇറ്റ് ആസ് വെരി വെരി ഇമ്പോർട്ടന്റ്.
ബിക്കോസ് ഫൗണ്ടേഷനില് കമ്പനീസ് ആക്ട് വൃത്തിക്ക് പഠിച്ചാൽ മാത്രമേ ഇന്റർ ലെവലില് ബേസ് കിട്ടുള്ളൂ. സോ ഇന്റർ ലെവലില് മൊത്തം കമ്പനീസ് ആക്ട് ആയതുകൊണ്ട് ഇവിടെ പഠിക്കുന്ന ഫൗണ്ടേഷനിൽ നിങ്ങൾ വൃത്തിക്ക് പഠിച്ചാൽ മാത്രമേ ഇന്റർ ലെവലില് വൃത്തിക്ക് പഠിക്കാൻ പറ്റുള്ളൂ കമ്പനീസ് ആക്ട്. സോ കമ്പനീസ് ആക്ട് ഒട്ടും പഠിക്കാണ്ട് പോകരുത്. എസ്പെഷ്യലി കമ്പനീസ് ആക്ടില് ഫീച്ചേഴ്സ് ഓഫ് കമ്പനി, ടൈപ്സ് ഓഫ് കമ്പനി, then most important doctrines, doctrine of indoor management, doctrine of constructive notice, doctrine of ultra wires, doctrine of corporate wheel, lifting of corporate wheel, ഇതൊക്കെ പൊതുവെ ചോദിക്കാറുണ്ട്. Finally, negotiable instrument act is also very important because you can come for not very important matter, important മതി, because അതിൽ നിന്നും around my expectation is 10 to 15 marks. 2 ദിവസം വരാറുണ്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് വരാറുണ്ടെന്നല്ല വരും. നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് പൊതുവെ എല്ലാവരും ടഫ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക ഒന്നും ഇല്ലാതെ സത്യം പറഞ്ഞാൽ ആകെ നിങ്ങൾക്ക് 3 കാര്യം പഠിക്കാനുള്ളൂ. ഒന്ന് ചെക്ക്, പ്രോ നോട്ട്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ചെക്ക്. ഫീച്ചേഴ്സ് ഓഫ് പ്രോ നോട്ടിന്റെ ഡെഫിനിഷൻ, ഫീച്ചേഴ്സ്, ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഡെഫിനിഷൻ, ഫീച്ചേഴ്സ്, ചെക്ക് ഡെഫിനിഷൻ, ഫീച്ചേഴ്സ്, ഡിസോണർ ഓഫ് ചെക്ക്, ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെന്റ്സ് വൃത്തിക്ക് പഠിക്കുക. ദെൻ ഫൈനലി യു ഹാവ് ടു ഗിവ് ഇമ്പോർട്ടൻസ് ടു presentation of instrument, presentation of instrument, dishonor ആയ എന്താണ്, കോമ്പൻസേഷൻ, ഇത്രയും പഠിച്ചാൽ മതി, സെറ്റ് ആണ്. Now as a faculty എനിക്ക് ചെറിയൊരു അഡ്വൈസ് കൂടി തരാനുണ്ട്. സോ നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് ആണ്, ഫോളോഡ് ബൈ സോഗ, പാർട്ട്ണർഷിപ്പ് ആൻഡ് കമ്പനി 20 മാർക്ക് വരെ വരാം, ആൻഡ് 10 to 15 മാർക്ക് വരെ വരാൻ പോകുന്ന നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് ആണ്. ആൻഡ് ഫസ്റ്റ് ചാപ്റ്ററും LLP ചാപ്റ്ററും കുട്ടി ചാപ്റ്റർ ആണ്. യു ക്യാൻ എക്സ്പെക്ട് ഓൺലി ഫോർ അറൌണ്ട് 5 marks or 6 marks. Now എനിക്കൊരു ചെറിയ ടിപ്പ് പറയാനുണ്ട്. എക്സാമില് കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസും കുറെ വരാറുണ്ട്. സോ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വൃത്തിക്ക് എഴുതിയാൽ തന്നെ പാസ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. പൊതുവേ ലോ സ്റ്റുഡൻസ് പറയാറുണ്ട്, ലോ തിയറി ആണല്ലോ സാർ, വി വോണ്ട് ബി ഏബിൾ ടു റൈറ്റ് മച്ച്, നമുക്ക് കേസ് സ്റ്റഡി ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ എഴുതണം എന്ന് അറിയില്ല. ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് സൂൺ. ബട്ട് ഇപ്പൊ ആസ് എ ഹംബിൾ റിക്വസ്റ്റ് ഒരു ചാപ്റ്ററും ഒമിറ്റ് ചെയ്യരുത്. ചാപ്റ്ററിന്റെ വെയിറ്റേജ് അനുസരിച്ചിട്ട് പ്ലാൻ അക്കോർഡിംഗ്ലി how to be ready for your CA Foundation upcoming June examination. Hope this Kutti video was very helpful to you. Thank you. This is CA Sheshadri signing off. Thank you.